ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ ബാറ്ററിയുടെ ടെർമിനൽസ് ഇതേപോലെ പക്കായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ കാറാണെങ്കിലും ബൈക്ക് ആണെങ്കിലും അതിൻ്റെയൊക്കെ ടെർമിനൽസ് ഫംഗൽ പിടിക്കാനൊക്കെയായിട്ട് ഇത് ഉപയോഗിക്കാം. ഫംഗലാണ് മെയിനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകും. സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുമ്പോൾ ഇത് ഏത് ലെവലിലാണ് വേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, മച്ചാന്മാരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഉണ്ണീസ് ടെക് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പിള്ളേരുമായിട്ട് പാർക്കിൽ വരെ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇൻവെർട്ടറുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ മിക്കവാറും വീടുകളിലെല്ലാം തന്നെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ലൈഫിനും അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ലൈഫിനും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് ആയിട്ട് അറിയപ്പെടുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് പറഞ്ഞു, ഹായ് എന്ന് പറ, ഹായ് പറ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ബാറ്ററി വാട്ടർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം. ഇത് നമ്മുടെ വെള്ളത്തിന്റെ സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് പുറകെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററിയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ആ വ്യത്യാസം അറിയാനായിട്ടാണ്. അപ്പോൾ ഈ ബൗളിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം കയറി വരും. ആ വെള്ളം ആ ട്യൂബിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള റീഡിങ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ ഇത് കണ്ട സീറോയിലാണ് കിടക്കണേ. ഫ്ലോട്ടിങ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിപ്പോൾ സാധാ ഒരു പച്ചവെള്ളത്തിൽ വിട്ട് സെറ്റ് ചെയ്താൽ പോലും ചെക്ക് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന റീഡിങ് ഇതേപോലെ തന്നെ ആയിരിക്കും. ഒരു പോയിന്റ് പോലും മുകളിലേക്ക് വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കിടക്കാം. ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. ഇൻവെർട്ടർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ട്യൂബുലർ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇൻവെർട്ടറിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് മിക്ക എല്ലാ ഇൻവെർട്ടറിലും ഇതേപോലെ ഒരു ഗേജ് ഉണ്ടാകും നമുക്ക് വാട്ടർ ലെവൽ അറിയാനായിട്ട്. ഇത് മേളിലൊരു പച്ചയും താഴെ ഒരു റെഡ് മാർക്കിങ്ങുമായിട്ടാണ് നമുക്കിത് കാണുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നീഡിലും കൊണ്ട് നമുക്കിതൊന്ന് അഴിക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് കാര്യം പറയും, ഈ ഗ്രീനിനും റെഡിനും ഇടയിലായിട്ട് വേണം നമുക്ക് ഈ ലെവൽ നിൽക്കാനായിട്ട്. അപ്പോൾ അഴിക്കുമ്പോൾ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ണിലേക്കൊന്നും തെറിച്ച് വീഴാനുള്ള സാധ്യത ഒഴിവാക്കി കൊണ്ടുവേണം ചെയ്യാനായിട്ട്. കണ്ണിലേക്ക് തെറിച്ചാൽ ആസിഡിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യാവുള്ളൂ. ഇനി ഈ ഫ്ലോട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മേളിലെ ലെവൽ മാറുന്നത് കാണാം. ഇത് തന്നെയാണ് ഉള്ളിൽ സംഭവിക്കുക. വാട്ടർ ലെവൽ കൂടുന്നതിനനുസരിച്ച് ആ ലെവലിൽ വ്യത്യാസം കാണിക്കും നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഹൈഡ്രോമീറ്റർ ഇട്ട് നമുക്ക് ബാറ്ററിയുടെ ഉള്ളിലെ അവസ്ഥ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമുക്ക് കിട്ടിയത് 0 ലെവലിലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ വ്യത്യാസമായിരിക്കും. നമുക്കൊന്ന് നോക്കാം. പറ്റ കാണിച്ചു തരാം, മനസ്സിലാവും. ഇതുണ്ട്, ഏകദേശം യെല്ലോ ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ ഫുൾ ചാർജഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യെല്ലോ ലെവലിൽ കിട്ടും. ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമുക്ക് നിൽക്കാൻ. ഇതിപ്പോൾ കുറച്ച് ചാർജ് കുറവായത് കൊണ്ടിട്ടാണ് ഈ ബ്ലൂ ലൈനിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ടും കിട്ടേണ്ടതെന്ന് വെച്ചാൽ യെല്ലോ ലെവലിൽ തന്നെ കിട്ടണം. അപ്പോൾ നല്ലൊരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് യെല്ലോ ലെവലിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതിൽ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പുറകെ പറയാൻ പോകും. റെഡിലേക്ക് പോകാൻ പാടില്ല, അതേപോലെ തന്നെ ബ്ലൂവിലേക്ക് കയറി നിൽക്കാനും പാടില്ല. ഈ യെല്ലോ ലെവലിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് കിട്ടണം. നമുക്കിതിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. ബാറ്ററി വാട്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് കളയരുത്. അതേപോലെ തന്നെ റീഫിൽ ചെയ്യുകയും കൂടി വേണം. അപ്പോൾ നമുക്കിപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇട്ടിട്ടുള്ളത് യെല്ലോ റേഞ്ചിലാണ്. അത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇതാണെന്ന് പറയാം. നമുക്കിനി ഇതൊന്ന് അടച്ച് ലെവലിലേക്ക് വെക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. മിക്കവാറും സെല്ലുകളിൽ 6 സെല്ല് സെക്ഷനിലാണ് ഉണ്ടാവുക. 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ 6 സെക്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഈ ടൈപ്പ് ബാറ്ററിയിൽ നമുക്ക് നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ ക്യാപ്പായിട്ടാണ്. എല്ലാത്തിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. വാട്ടർ ലെവൽ നമ്മൾ തുറന്ന് തന്നെ നോക്കേണ്ടി വരും. ആ സിംഗിൾ ആയിട്ടുള്ള സെക്ഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അളവ് കാണിക്കുകയും ചെയ്യും. മിക്കവാറും സെല്ലുകളിൽ സെപ്പറേറ്റ് ആണ് എല്ലാം വരിക. എന്നാലും നമ്മൾ ഇതേപോലെ തുറന്നിട്ട് കൃത്യമായിട്ട് ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് കാണാൻ പറ്റും. ബാറ്ററി വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് ഹൈഡ്രോമീറ്റർ ഇട്ട് എല്ലാത്തിലും ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ 6 പോയിന്റ്സാണ് ഉണ്ടാവുക. 6 പോയിന്റ് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള റീഡിങ്സിന് വ്യത്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സെല്ല് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ ലെവലിൽ തന്നെ കൃത്യമായിട്ട് എല്ലാ റീഡിങ്സും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ സെല്ലിൽ യെല്ലോ റീഡിങ് കിട്ടിയിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് നോക്കണം. അതേപോലെ തന്നെ ബാറ്ററി വാട്ടർ തിരിച്ച് റീഫിൽ ചെയ്യുക. പുറത്ത് ഒന്നും കളയാണ്ടിരിക്കാൻ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഇത് തെറിച്ച് കണ്ണിലോട്ടൊക്കെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള മാത്രമേ, ചെയ്യാൻ കഴിയുന്നവർ മാത്രമേ ഈ രീതിക്കുള്ള പണിക്കൊക്കെ നിൽക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അപകടം പിടിച്ച പടിയാണ്. ഇതിപ്പോൾ ഒരു സെല്ലിൽ റെഡ് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഈ ഹൈഡ്രോമീറ്ററിലേക്ക് നമ്മൾ വെള്ളം കയറ്റിയതുകൊണ്ടാണ്. അപ്പോൾ അത്രയും ഓവറായിട്ട് വെള്ളം എടുക്കരുത്. നമുക്കൊരു പകുതി ലെവലിൽ മാത്രം വെള്ളം ഫില്ല് ചെയ്തേ എടുക്കാവുള്ളൂ ഹൈഡ്രോമീറ്ററിൻ്റെ അകത്ത്. ഇതിപ്പോൾ അത്രയും ലെവലിലേക്ക് വന്നുകൊണ്ടിട്ടാണ് റീഡിങ് വ്യത്യാസം നമുക്ക് നിലവിൽ കാണിച്ചിട്ടുള്ളത്. നമുക്കിത് ഇനി അടുത്ത ഒരെണ്ണം ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പകുതി ലെവലിൽ എടുക്കാവുള്ളൂ. അതിൻ്റെ മേളിലേക്ക് പോകരുത്. ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. ഉള്ളിൽ കിടക്കുന്ന ഹൈഡ്രോമീറ്റർ ഒന്ന് ഫ്ലോട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് വരത്തുള്ളൂ. മുകളിൽ പോയി ഇടിച്ച് നിൽക്കുന്ന അവസ്ഥയിലൊന്നും വരരുത്. കണ്ടോ, ഇവിടെയും യെല്ലോ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ 1.250 മുതൽ താഴത്തേക്ക് നമുക്ക് റീഡിംഗ് കിട്ടണം. അതിൻ്റെ മേളിലേക്ക് പോകരുത്, അതായത് കുറഞ്ഞു പോകരുത്. അതിന് മേളിലേക്കുള്ള റീഡിംഗ് നമുക്ക് കിട്ടാൻ പാടുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് യെല്ലോ ലെവലിൽ നിൽക്കണം. ഇവിടെ ഒന്ന് നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് നോക്കാം. കേട്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയപ്പോൾ നമുക്ക് റെഡ് ആയിരുന്നു. അതായത് ഓവറായിട്ട് വാട്ടർ ഫില്ല് ചെയ്താലാണ് പ്രശ്നം ഉണ്ടാവുക. കറക്റ്റ് ലെവലിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ, പകുതി ലെവലിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ടെർമിനൽസും, ഇനി അപ്പുറത്തെ സൈഡിലും ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്യാപ്പ് ഇട്ട് അടച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ബാറ്ററി ടെർമിനലിൻ്റെ കാര്യമാണ്. കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഫംഗലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതൊരു ബാറ്ററി ആണെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ഈ ഫംഗലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഫംഗല് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞ് അവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെട്രോളിയം ജെല്ലി. ഇത് നമ്മൾ കൈകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിഷയവും കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് തന്നെ അലർജി അതേപോലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണിത്. നമുക്ക് പൊള്ളൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ടെർമിനൽസിൻ്റെ കൃത്യമായ പ്രൊട്ടക്ഷൻ ഈ പെട്രോളിയം ജെല്ലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതേപോലെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു ടെർമിനൽസിന് പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നിൽക്കും. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ആണെങ്കിലും ബൈക്കിൻ്റെ ആണെങ്കിലൊക്കെ ടെർമിനൽസിൽ ഇതേപോലെ തന്നെ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെർമിനൽസ് കത്തിപ്പോകാനുള്ള സാധ്യത, അതേപോലെ ടെർമിനൽ ഉരുക, ഫംഗൽ പിടിച്ചിട്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ പെട്രോളിയം ജെല്ലി ഇതിൻ്റെ പ്രോഡക്റ്റ്. അതായത് നമ്മൾ എയറുമായിട്ടുള്ള ബന്ധം നമ്മൾ അതിന് ഒഴിവാക്കുന്നത്, അതായത് മെറ്റലും എയറും തമ്മിലുള്ള ബന്ധം ഒഴിവാക്കി നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോമീറ്ററിൻ്റെ അകത്ത് ഉള്ള റീഡിങ്ങും കാര്യങ്ങളും വരുന്നത്. പക്കായിട്ട് പറയുന്നത് ഇതാണ് ഹൈഡ്രോമീറ്റർ. ഇതിൻ്റെ ഒരു കേസ് മാത്രമാണ്. അപ്പോൾ ഈ കേസിലുള്ള വെള്ളം എന്ത് ദ്രാവകം എടുക്കുന്ന അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്കിവിടെ ഫ്ലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.300 റേഞ്ചിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.250 റേഞ്ചിലൊക്കെയാണ് റീഡിങ് ലഭിക്കേണ്ടത്. ഇനി ചില ബാറ്ററികളിൽ ഡെഡായിട്ട് 100 ലെവലിലേക്കൊക്കെ പോകും. അതായത് ഇത് ഫുള്ളായിട്ട് മുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ ആ ബാറ്ററിയിലാണ് നമ്മൾ ചാർജ് പുറത്ത് കൊടുത്ത് ചെയ്യിക്കേണ്ട സാഹചര്യം വരുന്നത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, അതാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. നമ്മൾ ആദ്യം ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ബാറ്ററിയിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഈ 1.250 റേഞ്ചിൽ കിട്ടുകയും ചെയ്തു. അതിൽ നമ്മൾ ബാറ്ററി വാട്ടർ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ലെഡ് ആസിഡ് ബാറ്ററി നിർമ്മിക്കുമ്പോഴും അതിനകത്ത് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ചേർക്കും. അത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ചേർത്തിട്ടാണ് നമ്മൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. എന്നിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബാറ്ററി വാട്ടറിൻ്റെ ലെവൽ കുറയുമ്പോൾ ബാറ്ററി വാട്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളിങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു പോകും. ആ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും സെല്ല് നോക്കുമ്പോൾ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മൾ വീട് എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് തന്നെ നമ്മളത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി
കൃത്യമായിട്ട് ലൈഫ് കിട്ടും. അതേപോലെ ഇൻവെർട്ടറിന് നല്ല ലൈഫ് കിട്ടാനുള്ള അതേപോലെ തന്നെ ഇൻവെർട്ടറിന് നല്ല ലൈഫ് കിട്ടും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡാണ് ഇത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിലാണ് നമ്മൾ ബാറ്ററി വാട്ടർ ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി അപകടം പിടിച്ച പണിയായ കാരണമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫാൾട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാറ്ററി സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് തന്നെ ചെയ്യുക. ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോസ് കാണണം, അതുകൊണ്ടിട്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടമൊക്കെ വരുത്തി വെക്കും. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.